മൂന്നാം ഊഴം ആഘോഷിച്ചിരിക്കുകയാണ് വലുതും ചെറുതും മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ ബഡ്ജറ്റ് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് എന്ത് നൽകി? 140 കോടിയോളം വരുന്ന ജനങ്ങളിൽ എത്ര ശതമാനത്തിന് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും? നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന 60% വരുന്ന കർഷകരെ സഹായിക്കാൻ ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? തൊഴിൽരഹിതരായ യുവാക്കൾക്ക്, യുവതികൾക്ക് തൊഴിൽ നൽകാനുള്ള എന്തെങ്കിലും പദ്ധതികൾ അതിലുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാതെ നികുതി കൊടുക്കുന്ന നിശ്ചിത വരുമാനക്കാരായ ആളുകളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മധ്യവർഗങ്ങൾക്ക്, ഇടത്തട്ടുകാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ബഡ്ജറ്റാണിത്. നമുക്ക് ഈ കണക്കുകളൊന്ന് നോക്കാം. അതായത് 7.4 കോടി ആണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്തത്. കഴിഞ്ഞ വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ആളുകളുടെ എണ്ണമാണ് 7.4 കോടി. അതിൽ 5.16 കോടി അവർക്ക് 0 ആയിരുന്നു ടാക്സ്. അവശേഷിച്ച 1.6 കോടി ആളുകളാണ് ടാക്സ് അടച്ചത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 1.6 കോടി ആളുകൾക്ക് മാത്രം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ 12 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്ന പ്രഖ്യാപനം. അപ്പോൾ ഇടത്തട്ടുകാരായ സർക്കാർ ഉദ്യോഗസ്ഥരെയും നിശ്ചിത വരുമാനമുള്ള ആളുകളെയും അങ്ങനെ ടാക്സ് അടയ്ക്കുന്നവരെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് 1.5 കോടിയിൽ മാത്രം അധികമുള്ള 1.5 കോടിയോളമുള്ള നിശ്ചിത വരുമാനക്കാരെ മാത്രം അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നത് വലിയ ഒരു വാർത്തയായി കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കയ്യടി നേടാനും അത് പ്രചരിപ്പിക്കാനും അത് ചർച്ച ചെയ്യാനും എപ്പോഴും വിദ്യാസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും മാധ്യമപ്രവർത്തകരും ശ്രമിക്കും. അപ്പോൾ അവരാണ് ടാക്സ് അടയ്ക്കുന്ന ആളുകൾ. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ നിശ്ചിത വരുമാനക്കാരായ ആളുകളും അടച്ചു വന്നിരുന്ന ടാക്സിൻ്റെ പരിധി ഉയർത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ച ആനുകൂല്യത്തെക്കുറിച്ചാണ് വലിയ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെ ആരെല്ലാമാണ് അവഗണിക്കപ്പെട്ടത്? കർഷകർ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, തൊഴിൽരഹിതരായ ആളുകൾ, അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും ഒരു ഗുണവും ചെയ്യാത്ത ബഡ്ജറ്റിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. 5-ാം തീയതി നടക്കാൻ പോകുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ നിർണായകമായി മാറാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും നിശ്ചിത വരുമാനക്കാരുമാണ്. അപ്പോൾ അവരെ സ്വാധീനിക്കാനും വോട്ട് ബാങ്കിൽ അവരെ കൂടെ നിർത്താനും ഉള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെ പാടിപ്പുകഴ്ത്തുന്ന മധ്യവർഗക്കാരാണല്ലോ എപ്പോഴും ഏത് സർക്കാരിനെ കുറിച്ചും അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്. ഇടത്തട്ടുകാരെ കൂടെ നിർത്താനും അവർ സർക്കാരിൻ്റെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താനും അവസരമൊരുക്കുന്ന ഒരു ബഡ്ജറ്റ് എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ആണല്ലോ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത്. അപ്പോൾ അതിന് 86,000 കോടി നേരത്തെ നൽകിയതിൽ നിന്ന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ മെഷർ, സാമൂഹ്യ
പരിഷ്കരണത്തിന്, സാമൂഹ്യ ക്ഷേമത്തിന് ഒരു തുകയും ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടില്ല. അതുപോലെ തന്നെ കർഷകർക്ക്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കർഷകർക്ക് ഡയറക്റ്റായി കിട്ടുന്ന ഒരു ബെനിഫിറ്റും ഇതിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ആരോഗ്യ മേഖലയിലും ഇപ്പോൾ കൂടുതൽ മെഡിക്കൽ കോളേജിൽ സീറ്റ് കൂട്ടിയതും അതുപോലെയുള്ള വിഷയങ്ങൾ ആരെയാണ് സഹായിക്കുക? ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞത് വലിയ പ്രശ്നമായി ഉയർത്തി കാണിക്കപ്പെടുന്നുണ്ട്. ഏത് വിഷയത്തെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലും ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം, ഉരുൾപൊട്ടൽ, അതിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യ ജീവനുകൾ, ഒലിച്ചുപോയ വീടുകൾ, അവരെ പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാവേണ്ടതായിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട പണം കിട്ടിയില്ല എന്നതിനേക്കാൾ എത്രയോ മനുഷ്യത്വരഹിതമാണ് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരുടെ, അവരെ അഡ്രസ്സ് ചെയ്യാൻ ഇത് കഴിഞ്ഞില്ല. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി എന്നെ നേരിട്ട് ദുരന്ത സ്ഥലത്ത് വന്നതുമെല്ലാം കണ്ടതുമാണ്. എന്നിട്ട് മാസങ്ങൾ എത്ര കഴിഞ്ഞു? ആ മനുഷ്യർക്ക് അവരെ പുനരധിവസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന നടപടികൾക്ക് ഒരു പിന്തുണ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്: 140 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 1.5 കോടിയിൽ അധികം മാത്രമുള്ള ടാക്സ് നൽകുന്ന ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവരുടെ മാത്രം ക്ഷേമം ലക്ഷ്യമിടുന്ന ഒരു ബഡ്ജറ്റ് ഒരു കാരണവശാലും ഭരിക്കുന്ന BJPക്കോ ആർക്കും ഗുണം ചെയ്യില്ല. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വെടിയുണ്ട കൊണ്ട മുറിവ് ബാൻഡേജ് വെച്ച് അടയ്ക്കുന്നത് പോലെയാണ് ഈ ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ശരിക്കും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്, വിലക്കയറ്റം അതിരൂക്ഷമാണ്. അങ്ങനെ അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കർഷകർ എത്രയോ കാലമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഷിക വിഭവങ്ങൾക്ക് താങ്ങുവില ഏർപ്പെടുത്താനോ സംഭരണ സംവിധാനം ഉണ്ടാക്കാനോ തുടങ്ങി അവരുടെ ന്യായമായ ഒരു ആവശ്യവും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കർഷകരെയും തൊഴിൽരഹിതരെയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇടത്തട്ടുകാരെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഈ ബഡ്ജറ്റ് ശരിയാണോ എന്ന് നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പരിശോധിച്ച് വിലയിരുത്തേണ്ടതുണ്ട്.